നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുകയാണ്. പതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ വാരം വിപണിയിൽ വലിയ ചലനങ്ങൾ ഒന്നുമില്ലാതെയാണ് കഴിഞ്ഞുപോയത്. പ്രധാനമായും വലിയ മുന്നേറ്റങ്ങളും വിപണിയിൽ ഉണ്ടായില്ല. ഇനി അറിയേണ്ടത് നടപ്പ് സമ്മേളനത്തിൽ പാർലമെന്റിൽ GST ബിൽ പാസ്സാകുമോ എന്നാണ്. ഇത് സംബന്ധിച്ച് ഒരു സമവായം പ്രതിപക്ഷ കക്ഷികളുമായി കേന്ദ്ര സർക്കാർ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. സ്വാഭാവികമായിട്ടും നടപ്പ് സമ്മേളനത്തിൽ ഇത് പാസ്സാക്കാൻ കഴിയുമെന്നൊരു പൊതുപ്രതീക്ഷ വിപണിക്കുണ്ട്. ഓഹരി വിപണി ദീർഘനാളായി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് GST. ഭുവനേന്ദ്രൻ, നമുക്ക് GSTയുടെ ചർച്ചയിലൂടെ തന്നെ ആദ്യം തുടങ്ങാം. ഈ സമ്മേളനത്തിൽ ഇത് പാസ്സാകുമെന്നൊരു പൊതുപ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. വലിയ പ്രതീക്ഷ സ്വാഭാവികമാണ്, വിപണിക്കും അത്തരത്തിലുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ്? അതിൻ്റെ ഏതൊക്കെ തലത്തിലായിരിക്കാം ഈ ബില്ല് പാസ്സായാൽ വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ? ഈ ഒരു വീക്ക് മാർക്കറ്റിൻ്റെ ഒരു ചെറിയ റൈഡിനുള്ളൊരു പ്രധാന റീസൺ പോലും ആ GSTയെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഈ വിൻ്റർ സെഷനിൽ തീർച്ചയായിട്ടും അത് പാസ്സാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു GST പാസ്സായതുകൊണ്ട് മാർക്കറ്റിന് വലിയൊരു ബൂസ്റ്റ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. എന്നാലും ഒരു സെൻറ്റിമെൻ്റൽ ബൂസ്റ്റ് തന്നെയാണത്. കാരണം ഇത് പാസ്സാകുകയാണെങ്കിൽ ഗവൺമെൻറ് റൈറ്റ് ട്രാക്കിലേക്ക് മൂവ് ചെയ്യുന്നു, സ്ലൈറ്റ്ലി എങ്കിലും റൈറ്റ് ട്രാക്കിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഓവറോൾ എക്കണോമിയൊക്കെ തന്നെ നമ്മളൊരു ബോട്ടം ലൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ റിക്കവറി സൈനൊക്കെ കാണും. ഇൻഫ്ലേഷൻ, IIP, അങ്ങനെ ആ സൈനൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി തന്നെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സിലൊരു മാറ്റം വരികയും അത് കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, മാർക്കറ്റിനേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ മുമ്പ് വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് സെൻട്രൽ ഗവൺമെൻറ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ തന്നെ മാർക്കറ്റിനെ വളരെയധികം എഫക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ FISന്റെ പാർട്ടിസിപ്പേഷൻ വളരെ മോശമാണ്. അവരിപ്പോഴും സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ആകണമെങ്കിൽ ഇപ്പോൾ GST പാസ്സാകുന്നതോടുകൂടി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ വളരെ ബഹളങ്ങൾ തന്നെയായിരുന്നു. കാരണം ഒരു ബില്ലും പാസ്സായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒട്ടനവധി പ്രശ്നങ്ങളുമായി കടന്നുപോയി. പക്ഷേ ഇപ്രാവശ്യം ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു സൈൻ കാണുന്നുണ്ട്, ഒരു പോസിറ്റീവ് സൈൻ കാണുന്നുണ്ട്. അത് ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നടപ്പ് സമ്മേളനത്തിൽ ഇത് പാസ്സായാൽ ഏതൊക്കെ സെക്ടറിലായിരിക്കും ഇതിൻ്റെ ഒരു മുന്നേറ്റം പ്രധാനമായിട്ടും വിപണിയിൽ ഉണ്ടാവുക? ഇതിൽ പ്രധാന ലോജിസ്റ്റിക് സെക്ടറിൽ വളരെ പോസിറ്റീവാണ്. ഓട്ടോ, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, അങ്ങനെ എല്ലാ സെക്ടറിലും അതിൻ്റെ ഒരു ലോജിസ്റ്റിക് മേഖലയിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ്. ഈ സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവ് തന്നെ. അതൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ചേഞ്ചസ് തന്നെ വരും. അപ്പോൾ ഈ സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവ്. ഇത് പാസ്സാകുകയാണെങ്കിൽ ഈ സെക്ടറിലൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് കാണാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. വർഷാന്ത്യത്തിലേക്ക് കടക്കുകയാണ്. FIയുടെ ഒരു ആക്ടിവിറ്റീസ് നമുക്കറിയാം, ഒക്ടോബറിന് ശേഷം വളരെ സജീവമല്ലായിരുന്നു. പലപ്പോഴും സെല്ലിംഗ് സൈഡിലായിരുന്നു FI. ഇനി അവരുടെ ഒരു വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? വരാനുള്ള സാധ്യത, പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അവരെ സംബന്ധിച്ച് അവർ പ്രോഫിറ്റാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മോദിയുടെ ഒരു കാലഘട്ടം എന്ന് പറയും. മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ റൈഡ് സംഭവിച്ചു. അപ്പോൾ ആ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മാർക്കറ്റിൻ്റെ ഒരു മൂവിങ് റേഞ്ച് നമ്മൾ പരിശോധിച്ചാൽ 5000 to 5800 ലെവലായിരുന്നു. ഈ ലെവലിൽ വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വന്നു. അതിനുശേഷം മോദി BJP അധികാരത്തിൽ വരുന്നു എന്നുള്ളൊരു സൈൻ കാണുന്നതോടുകൂടി ഒരു ഹ്യൂജ് റെക്കോർഡ് ഫ്ലോ ആണ് വന്നിരുന്നത്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള മാർക്കറ്റിനെ അത് 8,400 ലെവലിലേക്ക് വരെ കൊണ്ടുപോയി. അപ്പോൾ ആവറേജ് FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റി ലെവൽ നമ്മൾ കൺസിഡർ ചെയ്താൽ 6500 ലെവലിൽ അവരൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവറേജ് വന്നു കഴിഞ്ഞു. ദെൻ വളരെ ഷാർപ്പായുള്ള റൈഡ് അതിന് ശേഷം സംഭവിച്ചു. ആ റൈഡ് കണ്ടിന്യൂ ചെയ്ത് 9120 വരെ പോയി. ഈ സമയത്ത് FIS സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഒരു ആവറേജ് സെല്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് 8500, 8400 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ തന്നെ ഒരു 200 പോയിൻറ്റ്സിൻ്റെ ബെനിഫിറ്റ് അവർ എൻജോയ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും വലിയ ഷാർപ്പായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അവർക്ക് സൈൻ കണ്ടു. റിഫോം ഷാർപ്പായിട്ട് മുന്നോട്ട് പോകുന്നില്ല, തൽക്കാലം വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ US ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം, ഗ്ലോബൽ വന്നിരിക്കുന്ന ക്രൈസിസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അവർ പതുക്കെ തിരിച്ച് ഫണ്ട് കൊണ്ടുപോയി. അതാണ് നമ്മുടെ മാർക്കറ്റ് ഈ ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ള കാരണം. അതേസമയത്ത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ശക്തമായി ഒരു പരിധിവരെ മാർക്കറ്റിൻ്റെ ഫോളിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ FIS വീണ്ടും പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇതൊരു വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കും സെല്ലിങ്ങിന് ശേഷമുള്ള ഒരു കൺസോൾട്ടേഷൻ, അതല്ലെങ്കിൽ അതൊരു കൺസോൾട്ടേറ്റ് ചെയ്യാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റൈഡ് സ്റ്റാർട്ട് ചെയ്യും. FIS തീർച്ചയായിട്ടും തിരിച്ചു വരും. അപ്പോൾ അടുത്ത റൈഡ് എന്ന് പറയുന്നത്
മാർക്കറ്റ് ചിലപ്പോൾ 10,500 11,000 വരെ ആ റൈഡ് പോകും. അപ്പോൾ FISന്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ എഗെയിൻ അവർ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ GST പാസ്സാവുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്ലോബലി തന്നെ സെൻറ്റിമെൻറ്റ്സ് ബെറ്റർ ആകുമ്പോൾ FIS വീണ്ടും തിരിച്ചു വരും. അത് ചെറിയ രീതിയിൽ മാർക്കറ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് 8,500 9,000 ലെവലിൽ വരുമ്പോൾ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് FISന്റെ ഇന്ത്യയിലേക്ക് വരും. അതൊരു 9,200 ലെവലിലേക്ക് തന്നെ അവർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് 9,500 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് അനുകൂലമായി Q3 റിസൾട്ടൊക്കെ വരണം, ഇൻഫ്ലേഷൻ കുറയണം, റേറ്റ് കട്ട് വരണം. ഇതൊക്കെ ആ ഇക്കണോമിയെ സംബന്ധിച്ചുള്ള അനുകൂലമായ ഘടകങ്ങൾ ആവശ്യമാണ് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ റൈഡ് കഴിഞ്ഞു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസാണ്. സെക്കൻഡ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് FISന്റെ വരുന്നത് അത് മാർക്കറ്റിന് 9,500 വരെ റൈഡ് ചെയ്യിച്ച് ആ റൈഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ 10,500 11,000 ലെവലിലേക്ക് പോകും. ഈ സമയത്താണ് മാർക്കറ്റിന് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നത്. ഈ സമയത്ത് എഗെയിൻ FIS എന്ത് ചെയ്യും? സെല്ലിംഗ് സൈഡിലേക്ക് പോകും. അപ്പോൾ അവരുടെ ഒരു സെല്ലിംഗ് വന്നാൽ 1,000 പോയിൻറ്റ്സിൻ്റെ 3,000 പോയിൻറ്റ്സിൻ്റെ സെൻസെക്സിലും കറക്ഷൻ വരാം. അപ്പോൾ എപ്പോഴും FIS പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ പല സ്റ്റോക്കുകളും വളരെ ചീപ്പർ വാല്യുവേഷനിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുക, ടാറ്റ മോട്ടോഴ്സ് എടുക്കുക, പല സ്റ്റോക്കുകളും നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല, നമ്മൾ ഈ റൈഡിന് വേണ്ടി ഇനി വരില്ല, മാർക്കറ്റ് തീർന്നു എന്നുള്ളൊരു ഫീലിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, FIS തിരിച്ചു വരും, പക്ഷേ ഇത് നമ്മൾക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ് റിട്ടേൺ വേണം. അപ്പോൾ നമ്മൾ ഒരു വർഷം പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ റൈഡ് സംഭവിച്ചു, അതിൻ്റെ കറക്ഷൻ വേണം. ഓരോ ദിവസവും കണ്ടിന്യൂസ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് ഒരിക്കലും പോകാൻ സാധിക്കില്ല. കറക്ഷൻ അനിവാര്യമാണ്, അത് സംഭവിക്കും. മാർക്കറ്റും ഗവൺമെൻറ്റും എടുക്കുന്ന പോളിസികൾ, ഗ്ലോബലി വന്നിരിക്കുന്ന ഇക്കണോമിക് പോളിസികളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോഴത്തെ രീതിയിൽ ചെറിയ നെഗറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് FIS വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. ഒരു വർഷമായിട്ട് FISന്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. അപ്പോൾ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയിരിക്കുന്നതാണ്. എഗെയിൻ അവർ തിരിച്ചു വരും, അത് ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവായിരിക്കും. അത് മാർക്കറ്റിനെ 10,000 ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഈ സമയത്തായിരിക്കും നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിൻ്റെ. അത് മാറി ഇതാണ് ഏറ്റവും നല്ല ടൈം. ഒരു 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടി നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണണം. കാരണം നമ്മൾ ഹിസ്റ്ററി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും FIS വരുന്നുണ്ട്, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്, വീണ്ടും അവർ വരുന്നുണ്ട്. പക്ഷേ ഇവർ വരുമ്പോൾ മാത്രമേ മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവരെപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ FIS ശക്തമായിട്ട് തിരിച്ചു വരും. ഓരോ റൈഡിന് ശേഷമുള്ള കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എത്രത്തോളം സജീവമായിട്ട് വളരെ ആക്റ്റീവാണ്. ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ വീക്ക് പോലും 1,500 crore 4 ദിവസം കൊണ്ട് 1,500 crore നെറ്റ് ബൈയിങ് ആണ്. FISന്റെ 700 crore സെല്ലിംഗ് ആണ്. അപ്പോൾ ഓരോ വീക്കും പരിശോധിച്ചാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ത്രൂ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് ത്രൂ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സൈനാണ്. ഇന്ത്യ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വലിയൊരു കൺസ്യൂമർ ഗ്രൂപ്പാണ്. പക്ഷേ ഇതൊരു നല്ല സൈനാണ്. അപ്പോൾ വീണ്ടും FIS കൂടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഗവൺമെൻറ് കുറച്ചുകൂടെ എഫക്റ്റീവായി കാര്യങ്ങളെ പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അട്രാക്റ്റീവ് ഏരിയ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ബോട്ടം ലൈൻ അല്ലെങ്കിൽ റൂട്ട് ലെവലിൽ വളരെ റിക്കവറി, ഇപ്പോൾ പഴയതൊന്നും വ്യത്യസ്തമായിട്ട് വളരെയധികം റിക്കവറി നമ്മൾ കാണുന്നുണ്ട്. അത് ഇൻഫ്ലേഷൻ, IIP, ഞാൻ പറഞ്ഞു പല രീതിയിലും അതിൽ സ്പെൻഡിങ്ങിലൊക്കെ തന്നെ വളരെയധികം സ്പെൻഡിങ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ FIS ശക്തമായി തന്നെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൽ ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ എബി ഫിലിപ്പിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹത്തിന് അറിയേണ്ടത് ഗോദ്രേജ് കൺസ്യൂമർ, M&M, IDFC ലിമിറ്റഡ്, സൺഫാർമ, അംടെക്, അശോക് ലേലൻ, നാൽക്കോ, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് L&T. ഇതിൽ ഗോദ്രേജ് കൺസ്യൂമർ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂലാണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു മൾട്ടി ബാഗറായി പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ വളരെ കുറവാണ്. GST പാസ്സാകുന്നതോട് കൂടി തന്നെ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. 1,200, 1,050 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1,400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മഹീന്ദ്ര, ഞാൻ നേരത്തെ പറഞ്ഞു സെക്ടർ വൈസ് GST പാസ്സാകുന്ന ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചൊക്കെ തന്നെ പോസിറ്റീവാണ്. അതിൽ 1,160 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 1,000 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അടുത്തൊരു Q3 റിസൾട്ട് മോശം ആയാൽ മാത്രമേ
ഈ ഒരു ഡിസംബർ സീരീസിൽ ഒരു കാരണവശാലും 1000 ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് സംഭവിച്ചെങ്കിൽ മാത്രമേ ആ ലെവൽ വരാൻ സാധ്യതയുള്ളൂ. 1160 എന്ന് പറയുന്ന ലെവൽ ഒരു സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ തന്നെയാണ്. 1500 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന, അല്ലെങ്കിൽ ഒരു 3 months ടാർഗറ്റ് എന്ന് പറയുന്നത് 1500 ആണ്. ദെൻ IDFC ആണ്. IDFC ഇപ്പോഴും കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനിരിക്കുന്നു. ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് നൽകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 50 and 44 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൺ ഫാർമയാണ്. സൺ ഫാർമയെ സംബന്ധിച്ചും ഫാർമ സെക്ടറിനെ സംബന്ധിച്ചും ഇവരുടെ സെയിൽസിൽ വലിയൊരു ഡ്രോപ്പ് പുറത്ത് US സംഭവിച്ചു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. കുറച്ചുകൂടെ ക്ലാരിറ്റി ഈ സെക്ടറിൽ വരാനുണ്ട്. ഈ സെക്ടറിൽ നിന്നും ചെറിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് സ്റ്റോക്ക്. അപ്പോൾ അത് കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ കാണണം. പഴയ രീതിയിലുള്ള റൈഡ് സംഭവിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസംബർ സീരീസോടുകൂടി കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അപ്പോൾ ഓവറോൾ US-ലുണ്ടായിരിക്കുന്ന സെയിൽസ് ഡ്രോപ്പ്, അതുപോലെ ഈ ഒരു സെക്ടറിൽ നിന്നുള്ള ഷിഫ്റ്റ്, ഇതൊക്കെ ചിലപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള ഈ ഫാർമ സെക്ടറൊക്കെ തന്നെ പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. 700 and 620 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 950 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പ്രധാനമായിട്ടും ഈ സെക്ടറിലൊക്കെ വന്നിരിക്കുന്ന ഡ്രോപ്പ്, ഈ സെയിൽസിൽ വന്നിരിക്കുന്ന ഡ്രോപ്പും ഇവരുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന ഡ്രോപ്പ് കൊണ്ടാണ് ഇപ്പോൾ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ദെൻ ആംടെക് ഓട്ടോയാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 38 and 32 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 60 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലെലാൻഡ് ഫെയർ വാല്യൂവിലാണ്. ലോങ് ടേം വ്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് മാർക്കറ്റിൻ്റെ. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് കൂടിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 2 to 3 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. അപ്പോൾ നമ്മൾ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് വേണമെന്നൊരു ഫീൽ ഉള്ളത് കൊണ്ടാണ്. ഒരു ഗെയിം പോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതിന് ടൈം ഫ്രെയിം വേണം, കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ റിട്ടേൺ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ അശോക് ലേലാൻഡ് ഒരു റൈഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ വന്നിരിക്കുകയാണ്. 87 and 82 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 100 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് അശോക് ലേലാൻഡിനെ സംബന്ധിച്ച്. ദെൻ നാൽക്കോ വാല്യുവേഷൻ ഫെയർ ആണ്. ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 36 and 30 രണ്ട് സപ്പോർട്ട് ലെവൽ. 50 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കോർപ്പറേഷൻ ബാങ്ക് ഇപ്പോഴത്തെ രീതിയിൽ വാല്യുവേഷൻ ഫെയർ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എത്രയോ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. 40 and 32 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 51 ആണ് കോർപ്പറേഷൻ ബാങ്കിൻ്റെ റെസിസ്റ്റൻസ്. ദെൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് സെയിം കാറ്റഗറി. വലിയൊരു റൈഡ് ഈ സ്റ്റോക്കിൽ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് വന്ന ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്കും 35 and 30 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 50 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. 2 ക്വാർട്ടർ റിസൾട്ട് മോശമായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 and 15 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 15 വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. 18 ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആവറേജ് ചെയ്യുന്ന സ്ട്രാറ്റജി നന്നായിരിക്കും. 25 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. L&T ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് നമുക്ക് കാണാം. എന്നാലും ഒരു 1300 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണ്. ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. 1600 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഇതിൽ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ L&T, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സൊക്കെ തന്നെ അടുത്തൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഡൗൺ സൈഡ് റിസ്ക് കുറഞ്ഞ് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഇതിൽ തന്നെ എല്ലാ സ്റ്റോക്കുകളും എനിക്ക് കോർപ്പറേഷൻ ബാങ്കും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഒഴിച്ച് ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഫർദർ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണ്. ഇനി വരുന്ന കറക്ഷൻസ് ഒക്കെ തന്നെ ഡൗൺ സൈഡ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് വരുന്ന കറക്ഷൻസ് ഒക്കെ തന്നെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും നമ്മൾ ഹയർ വാല്യൂവിൽ വാങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ, ഫോർ എക്സാമ്പിൾ ടാറ്റ സ്റ്റീലാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ തന്നെ, അങ്ങനെ ബൈയിങ് നടത്തിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ആവറേജ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളിത് കാണുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ നിതിൻ്റെ കത്താണ്. അദ്ദേഹം പ്രധാനമായും ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, വണ്ടർല. വണ്ടർലയിൽ അദ്ദേഹം
350 സ്റ്റോക്കാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉള്ളത്. പല സമയത്തായിട്ടാണ് അദ്ദേഹം ഈ സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ലോങ് ടേം സാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൻ്റെ ബൈയിങ് റേഞ്ച് 245 270 എന്ന് പറയുന്ന നല്ലൊരു ബൈയിങ് ലെവലാണ്. ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏകദേശം ഒരു 400 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ലോങ് ടേം വ്യൂവിൽ ഇപ്പോൾ ഹൈദരാബാദ് പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നു, അതുപോലെ ചെന്നൈയിൽ വരാനുള്ള സാധ്യത, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ അടുത്തൊരു മൾട്ടി ബാഗറായി പോകാനുള്ള പോസിബിലിറ്റി ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് കൂടുതലാണ്. മാർക്കറ്റ് വാച്ചും കണ്ടിന്യൂസ് റെക്കമെൻഡ് ചെയ്താണ്. ഓരോ ക്വാർട്ടറും ഈ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് പോലും വളരെ ബെറ്റർ ആയിരുന്നു, വളരെ നല്ല മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള അഡ്വൈസ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, ദെൻ 300. അഗെയിൻ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ 300 ലെവലിലേക്ക് വരാം, അല്ലെങ്കിൽ 340 ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ പരിഗണിക്കുക. 400 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി എടുക്കാം. അതല്ല, ഇതൊരു 2 to 3 years ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഹോൾഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓരോ ക്വാർട്ടർ റിസൾട്ടും വളരെ ബെറ്ററായി തന്നെ സ്റ്റഡി ചെയ്യുക. കാരണം ഓരോ ക്വാർട്ടർ റിസൾട്ട് വരുന്നതിനനുസരിച്ച് പുതിയ മൂവിംഗ് റേഞ്ച്, അത് വണ്ടർലേ ആണെങ്കിലും ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഫിക്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ ക്വാർട്ടർ റിസൾട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ റിസൾട്ടിനനുസരിച്ചാണ് ഒരു നോർമൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്വാർട്ടർ റിസൾട്ട്, ഇപ്പോഴത്തെ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്, ഇപ്പോഴത്തെ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ ലാസ്റ്റ് 3 ക്വാർട്ടർ റിസൾട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പോസിബിലിറ്റി ഒരു അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ മോഹൻ നായരുടെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് PTC ഇന്ത്യ ഫിനാൻഷ്യൽ, ഭാരത് ഫോർജ് ആൻഡ് അദാനി പോർട്സ്. ഇതിൽ ഭാരത് ഫോർജ്, അദാനി പോർട്ട് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. PTC ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ് എന്നുള്ളതാണ്. 38 and 29, 38 ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 55 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഭാരത് ഫോർജ് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ നൽകാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് വന്നു. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഫർദർ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈവൻ കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 840 and 780. 780 വരണമെങ്കിൽ റിസൾട്ട് മോശമാവുകയും അതിൽ ഓവറോൾ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ ആ ലെവൽ വരാനുള്ള സാധ്യതയുള്ളൂ. മാർക്കറ്റിലൊരു ചെറിയ കറക്ഷൻ സംഭവിച്ചാൽ 840 ലെവലിലേക്ക് വരാം. അതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് തന്നെ പരിഗണിക്കുക. 1000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി പോർട്ടാണ്, ഫെയർ വാല്യൂവിലാണ്. 250 ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ 220. 2 സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. അതുപോലെ 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും നിക്ഷേപകർക്ക് ചില സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഈ വീക്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ? അഭിലാഷ്, നമ്മൾ ഈ ഓരോ വീക്കും റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1-2 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ, ഇപ്പോൾ ചില സ്റ്റോക്കുകൾ ലാസ്റ്റ് വീക്ക് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു സ്റ്റോക്കാണ്. ഇതിൽ ടാറ്റ ഗ്ലോബൽ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. അതുപോലെ TVS മോട്ടോഴ്സ്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ഷിഫ്റ്റ് ഈ സ്റ്റോക്കിലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു IE സ്റ്റോക്കിലൊക്കെ മൂവ് ചെയ്യുന്നത്, അതേപോലെ ടാറ്റ ഗ്ലോബൽ ആണെങ്കിൽ TVS മോട്ടോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതിൽ ഹിന്ദു വെയർ സാനിറ്ററി, അത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. HSI സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാം. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് ഇപ്പോഴും ഒരു ഫെയർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ക്രോംപ്ടൺ ഗ്രീവ്സ് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ ഫസ്റ്റ് സോഴ്സ് ലിമിറ്റഡ് FSL ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഈ സ്റ്റോക്കൊക്കെ നെക്സ്റ്റ് വീക്ക് ഒരു മൊമെൻറ്റം വരാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. ടാറ്റ ഗ്ലോബലും TVS മോട്ടോഴ്സും HSIയിലും ക്രോംപ്ടൺ ഗ്രീവ്സും ഒക്കെ തന്നെ. ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ്, ഈ സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ 2 weeksനുള്ളിൽ മൊമെൻറ്റം വരാം. അതല്ലെങ്കിൽ തന്നെ ഡൗൺ സൈഡ് റിസ്കിൽ വളരെ കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് ഒരു 5 സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റയൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.